സംസ്ഥാനത്തേക്ക് മദ്യമൊഴുക്കിന്റെ പ്രധാന പാതകളാവുകയാണ് കാസർകോട്ടെ അതിർത്തി ഗ്രാമങ്ങൾ. പരിശോധനകളില്ലാത്ത ചെക്ക് പോസ്റ്റുകളും നിരവധി ഊടുവഴികളുമുള്ള ജില്ലയിലൂടെയാണ് മദ്യക്കടത്ത് ഉൾപ്പെടെ യഥേഷ്ടം നടക്കുന്നത്. റിപ്പോർട്ടർ ഇൻവെസ്റ്റിഗേഷൻ. വാണിജ്യ നികുതി വകുപ്പിന്റെ പരിശോധനാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ എക്സൈസ് ചെക്ക് പോസ്റ്റുകളില്ലാത്തത് മദ്യക്കടത്ത് സംഘത്തിന് തുണയാകുന്നു. മദ്യക്കടത്ത് സംഘത്തിന്റെ ഇഷ്ടപാതയാണ് ഇപ്പോൾ അതിർത്തി മേഖലയിലെ വനാന്തര ഭാഗത്തെ റോഡുകൾ. പരിശോധനാ സംവിധാനങ്ങൾ ഏതുമില്ലാത്തതിനാൽ മദ്യവണ്ടികൾ സുഗമമായി അതിർത്തി കടന്നെത്താം. 14ഓളം വഴികളാണ് യഥാർത്ഥത്തിൽ കർണാടകയിൽ നിന്ന് ഈ സംസ്ഥാനത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ളത്. അതിൽ 12ഓളം സ്ഥലങ്ങളിൽ സീസ് ടാക്സ് ചെക്ക് പോസ്റ്റുകളുണ്ട്. 3 സ്ഥലത്താണ് എക്സൈസ് ചെക്ക് പോസ്റ്റുകൾ പ്രധാനമായിട്ടുള്ളത്. പക്ഷേ ബാക്കി വരാവുന്ന വഴികളിലേക്ക് അടയ്ക്കുന്ന തരത്തിലുള്ള കോമ്പിംഗ് ആണ് ഞങ്ങൾ പെട്രോളിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. പാണത്തൂർ, ആദൂർ, പെർള, ബയാർ, സ്വർഗ തുടങ്ങി 14 കേന്ദ്രങ്ങളിലാണ് എക്സൈസിന്റെ പരിശോധനാ സംവിധാനങ്ങളില്ലാത്തത്. വിദേശ മദ്യങ്ങളാണ് ഇത്തരത്തിൽ വ്യാപകമായി കടത്തുന്നത്. മദ്യക്കടത്ത് വർദ്ധിക്കുമ്പോഴും 2 മാസത്തിനിടെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 50-ൽ താഴെ മാത്രമാണ്. അതിർത്തികളിലെ ചെക്ക് പോസ്റ്റ് വഴി പരിശോധനകളില്ലാതെ സ്പിരിറ്റ് ഉൾപ്പെടെ നിർബാധം എത്തുമ്പോഴും അധികാരികൾ മൗനം പാലിക്കുന്നു. ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.